കൈൻ മാസ്റ്റർ എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൈൻ മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. കൈൻ മാസ്റ്റർ ഞാനിവിടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ തുറക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഇത് വരിക. ഇവിടെയുള്ള ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചതാണ് ഈ സൈഡിലുള്ളത്. ആദ്യമായിട്ട് തുറക്കുമ്പോൾ ഇതുണ്ടാവില്ല. നമുക്ക് ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ റേഷ്യോ ചോദിക്കും. അത് നമ്മൾ ഒന്നാമത്തത് സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മീഡിയ, ഓഡിയോ, വോയിസ്, ലെയർ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളിതിൽ ആദ്യം ചെയ്യുന്നത് മീഡിയയിൽ ക്ലിക്ക് ചെയ്യാം. മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കാവശ്യമായ വീഡിയോ അല്ലെങ്കിൽ ചിത്രം ഏതാണെങ്കിലും അത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു വീഡിയോ തിരഞ്ഞെടുത്തു. എന്നിട്ട് മുകളിലുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ടാവും. ഇതിനുശേഷം നമുക്ക് അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് എത്തിച്ച് എവിടെയാണോ നമുക്കിവിടെ വരേണ്ടത് ഇവിടെ എത്തിച്ചിട്ട് വീണ്ടും നമ്മൾ മീഡിയയിൽ പോകുന്നു. നമ്മൾ അടുത്ത വീഡിയോയും ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിന് മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോഴുള്ള എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റ് നമുക്ക് വേണ്ട രൂപത്തിൽ മാറ്റം വരുത്താം. ഇവിടെ പല രൂപത്തിലുള്ള ട്രാൻസിഷൻ എഫക്റ്റുകളുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഏതാണോ നമുക്ക് വേണ്ടത്, ഇവിടെ ഒരുപാട് എണ്ണമുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഇതും ടിക്ക് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് ട്രാക്കിലുള്ള ഈ വീഡിയോയിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഒരു കത്രികയുടെ ചിഹ്നം കാണാം. ഈ കത്രികയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഇത് ട്രിം ചെയ്യാനുള്ള വിവിധ ഓപ്ഷനുകൾ വരും. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ പ്ലേ ഹെഡ് ഉള്ളതിൻ്റെ ഇടതുവശത്തുള്ളത് മുഴുവനായിട്ട് പോകും. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുവശത്തുള്ളത് പോകും. അപ്പോൾ ഞാനിവിടെ ട്രിം ടു ലെഫ്റ്റ് പ്ലേ ഹെഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത്രയും ഭാഗം പോയി. ടിക്ക് മാർക്ക് കൊടുക്കുന്നതോടുകൂടി വരുന്നു. ഇനി നമുക്ക് പ്ലേ ചെയ്യിച്ച് മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഭാഗത്തുള്ളതാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ വീണ്ടും കത്രികയിൽ ക്ലിക്ക് ചെയ്ത് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലതുവശത്തുള്ളത് പോകും. ചിലപ്പോൾ നമുക്ക് ആവശ്യം വരിക ഇതിൻ്റെ വീഡിയോയിലുള്ള നടുക്കുള്ള അധിക സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരിക ചില ഭാഗങ്ങൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുള്ള ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ഒഴിവാക്കേണ്ട ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ആ ഭാഗം മാത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ
ഈ വീഡിയോ കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ വരെയാണ് ഒഴിവാക്കേണ്ടത് അത്രയും ഭാഗം എടുത്തിട്ട് നമ്മൾ ട്രിം ടു ലെഫ്റ്റ് ഭാഗത്ത് ഇതാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെ ടെക്സ്റ്റ് കൊണ്ടുവരാമെന്ന് നോക്കാം. ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ലെയറിൽ ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. നമുക്കാവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വെക്കാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വലിപ്പം നമുക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കത്രികയുടെ തൊട്ടപ്പുറത്തുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കളറ് മാറ്റാൻ പറ്റുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഏത് കളറാണോ നമുക്ക് ആവശ്യം ആ കളറ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. ഇവിടെ ഇത് വന്നിട്ടുണ്ടാവും. നമുക്ക് വേണ്ട രൂപത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. കളറ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ഇനി ഇതിന് നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഇവിടെയുള്ള ഇൻ ആനിമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ നമുക്ക് ഏതാണോ നന്നായി തോന്നുന്നത് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്. ഇത് കൂട്ടി കൊടുത്താൽ സ്പീഡ് കുറക്കാൻ സാധിക്കും. അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ട് ഇവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. ഇത് എവിടെയാണ് നമുക്ക് വരേണ്ടത് അല്ലെങ്കിൽ എത്ര വലിപ്പത്തിൽ വേണം എന്നൊക്കെ നമുക്കിവിടെ ക്രമീകരിക്കാം. ഇതിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ടാവും. ഇതിൽ പിടിച്ചിട്ട് നമുക്കിതിൻ്റെ വലിപ്പം എത്ര വേണം എന്നുള്ളത് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. എത്ര വലിപ്പത്തിൽ ഈ ടെക്സ്റ്റ് നിൽക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് നീക്കിയിട്ട് നമുക്കിത് ചെറുതാക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്ഥലവും മാറ്റി കൊടുക്കാം. ഇത് കുറച്ചപ്പുറമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. നേരത്തെ ഒറ്റ ക്ലിക്കായിരുന്നു ചെയ്തിരുന്നത്. ഇതിനെ നീക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചാൽ ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായി ഇനി നമ്മൾ മീഡിയയിൽ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഒന്നാമത്തെ ലെയറാണ് നമ്മൾ മീഡിയയിൽ പോയിട്ട് എടുക്കേണ്ടത്. പിന്നീട് വരുന്നതൊക്കെ അടുത്ത ലെയറുകളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വീഡിയോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഒക്കെ ലെയറിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ലെയർ എന്നതുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ വീണ്ടും മീഡിയ എടുക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. മറ്റൊരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് അത് ഒന്ന് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ഈ വീഡിയോ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് വലിപ്പം ചെറുതാക്കി നമുക്ക് എവിടെയാണോ ഇത് വേണ്ടത് അവിടെ നമുക്കത് ഈ വീഡിയോ ക്രമീകരിച്ച് വെക്കാൻ സാധിക്കും. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഈ രൂപത്തിലും നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ എത്ര വീഡിയോകൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഓഡിയോ ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഇവിടെ കൂട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 200% വരെ ശബ്ദം ഉയർത്തി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ശബ്ദം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ 1-2 വീഡിയോകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയുടെ ശബ്ദം വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു ഈ ശബ്ദത്തിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് മ്യൂട്ടാവും. ഇപ്പോൾ ഒന്നാമത്തെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏത് വീഡിയോയിലെ ശബ്ദം ഒഴിവാക്കാനും അത് ഉയർത്താനുമൊക്കെ സാധിക്കും.
ഇനി നമുക്ക് ഓഡിയോ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, മറ്റൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റ് ഓഡിയോകൾ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈലിലുള്ള ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എവിടെയാണ് നമ്മളുടെ ഓഡിയോ ഉള്ളതെങ്കിൽ അത് നമുക്കിതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോയിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ സംസാരം തുടങ്ങേണ്ടത് അവിടെ എത്തിച്ച് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതുമാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനത്തെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനായി മുകളിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി കൂട്ടി കൊടുക്കണമെങ്കിൽ ഇവിടെ ക്വാളിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ഈ വീഡിയോ നമ്മുടെ മൊബൈലിൽ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ ഫയലായി വന്നിട്ടുണ്ടാകും.